എൻ്റെ മുറ്റത്ത് ഇറങ്ങുന്ന വണ്ടിയുടെ താക്കോൽ ഞാൻ എടുത്ത്. അത് നിങ്ങൾ മറ്റേ പുള്ളി ഇറങ്ങി വന്നിട്ടല്ലേ പോകുന്നുള്ളൂ. പോകുന്നില്ലല്ലോ. അത് താക്കോൽ തരികയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റേ പുള്ളി ഇറങ്ങി വന്ന് നിങ്ങളുടെ മോലാളിയോട് സംസാരിച്ചതിന് ശേഷം ഞാൻ താക്കോൽ തരാം. അല്ല വെറുതെ താക്കോൽ തരികയില്ല കേട്ടോ. ഞാൻ വെറുതെ എന്നാ അയാളൊന്ന് മേടിച്ചേ. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേട്ടോ. ആ പുള്ളി ഇറങ്ങി വന്ന് കാര്യങ്ങൾ തീരുമാനമാക്കിയ ശേഷം ഞാൻ താക്കോൽ തരാം. അത് ആരുടെ വണ്ടിയായാലും ശരി. നമ്പർ താ. എന്നോട് താഴെ നിങ്ങളുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അപ്പോൾ നിങ്ങൾ കൈമരത്തുവാണ്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ അല്ല ചേട്ടൻ എന്താ പറഞ്ഞാലും ഇപ്പം ചേട്ടൻ എന്താ പറഞ്ഞാലും ഇപ്പം താക്കോൽ മേടിക്കുന്നൊക്കെ പറഞ്ഞാലല്ലോ. എൻ്റെ മുറ്റത്തല്ലേ കിടക്കുന്നേ. ആ എൻ്റെ മുറ്റത്തല്ലേ കിടക്കുന്നേ. ഇയാളുടെ മുറ്റത്തല്ലല്ലോ, വഴിയല്ലേ കിടക്കുന്നത്. വഴി കിടക്കുന്ന വണ്ടിയല്ല. ആ ഇപ്പം അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേ? ആ ഇതിക്കോട്ടൊക്കെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ആലോചിക്കണം നിങ്ങൾ. എന്നാ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ പണി കാണിക്കുന്നത്. ദേഷ്യം വരുന്നല്ലേ? എൻ്റെ മുറ്റത്ത് കിടന്ന വണ്ടിയല്ലേ നിങ്ങൾ തീരുമാനം അവിടെ എടുത്തുകൊണ്ട് പോയ പിന്നെ നാളെ എൻ്റെ പേരിലെ കേസ് വരുള്ളൂ.